സ്വർണ്ണവില വർദ്ധിക്കുന്നത് കൊണ്ട് ഒരാളും തന്നെ ഭയപ്പെടുകയില്ല. കാരണം അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലോഹം ഈ ഭൂലോകത്ത് ഇല്ല എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി അങ്ങ് ജീവിക്കുക, അത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് സ്വർണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഉറച്ചങ്ങ് തീരുമാനിക്കണം. കാരണം മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് അങ്ങേയറ്റം പെട്ടെന്ന് വില വർദ്ധിക്കുന്ന ഗോൾഡ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ സ്വാധീനിക്കേണ്ടതുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നല്ലേ ഈ ഭയവും ഈ വ്യാകുലതകളൊക്കെ ഉണ്ടാവുന്നത്. ഉദാഹരണമായിട്ട് ഡയമണ്ട് വലിയ വില കൂടിയ ഒരു രത്നമാണ്. പക്ഷെ നമ്മളാരും അത് വാങ്ങാറില്ല, ഉപയോഗിക്കാറില്ല. കാരണം ഗോൾഡിനേക്കാൾ എത്രയോ 10 മടങ്ങ് വിലയുള്ളതാണ് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ടിന് വീണ്ടും വില വർദ്ധിച്ചു എന്ന് കേട്ടിട്ട് നമ്മളാരും വിഷമിക്കാറില്ല. അതുപോലെ പ്ലാറ്റിനം, ഒരു കാലത്ത് ഗോൾഡിൻ്റെ തുല്യ വിലയുണ്ടായിരുന്ന പ്ലാറ്റിനം ഇന്ന് വളരെ വില ഇടിഞ്ഞു പോയി. ഇടിയുക എന്നുള്ളതല്ല, അതായത് ഗോൾഡിന് വില വർദ്ധിക്കുന്ന പോലെ പ്ലാറ്റിനത്തിന് വില വർദ്ധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഫലത്തിൽ വില ഇടിഞ്ഞ പോലെയാണ്. എന്നാൽ വില ഇടിഞ്ഞത് കൊണ്ടും നമ്മളാരും പ്ലാറ്റിനം കുറേ അങ്ങ് വാങ്ങിക്കൂട്ടുന്നില്ല. അതായത് ഡയമണ്ടും പ്ലാറ്റിനവും ഇല്ലാത്ത പോലെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഗോൾഡും ആ ഗണത്തിലങ്ങ് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ചിലർക്കുള്ളൊരു സംശയം ഇതാണ്, ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ ഗോൾഡ് വേണമല്ലോ എന്ന്. പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ എന്തിനാണ് ഗോൾഡ്? എന്തോ സ്വർണമില്ലെങ്കിൽ വിവാഹം നടക്കില്ലേ? മാത്രമല്ല, ഇപ്പോൾ പെൺകുട്ടികളെ വിവാഹത്തിന് കിട്ടാൻ പോലും പ്രയാസമാണ്. എന്നിരിക്കെ സ്വർണമില്ലെങ്കിലും പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാണോ? വധുവിനെ തേടി വരന്മാർ ക്യൂവിലാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് സ്വർണം വേണമല്ലോ എന്ന് ഭയന്ന് രക്ഷിതാക്കൾ വിഷമിക്കേണ്ട, വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല. പിന്നെ ഇസ്ലാം മതത്തിൽ പുരുഷന്മാർ വിവാഹത്തിന് സ്വർണം മെഹറായി നൽകാറുണ്ട്. അതായത് സ്ത്രീകൾക്ക്, വധുവിന്. അതാകട്ടെ 1-2 പവനൊക്കെയാണ് നൽകാറുള്ളത്. സാമ്പത്തികമായി ഉള്ളവർ ചിലപ്പോൾ ഒരു 4-5 പവനൊക്കെ നൽകാറുണ്ട്. അതുകൊണ്ട് അല്പമെങ്കിലും ഭയപ്പെടണമെങ്കിൽ സ്വർണ്ണവിലയുടെ ആധിക്യം വ്യാകുലപ്പെടുത്തേണ്ടത് മുസ്ലിം പുരുഷന്മാരെയാണ്. എന്നാൽ അതിനും സ്റ്റോപ്പ് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിക്കാഹ് കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ഇസ്ലാമികത്തിൽ സ്വർണത്തിൻ്റെ ആവശ്യമില്ല. മഹർ നൽകണം എന്നാണ്. അതായത് മൂല്യമുള്ള എന്തെങ്കിലും സമ്മാനമായിട്ട് വധുവിന് നൽകണം എന്നാണ് വ്യവസ്ഥ. അത് പണമാകാം, അല്ലെങ്കിൽ ഭൂമിയാകാം, അല്ലെങ്കിൽ ഫ്ലാറ്റാകാം. അതായത് മൂല്യവും നിലവാരവുമുള്ള എന്ത് വസ്തുവുമാകാം. പ്ലാറ്റിനമാകാം, വെള്ളിയാകാം. അതുകൊണ്ട് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എന്തിനു ഭയപ്പെടണം? എന്ന് മാത്രമല്ല, ഗോൾഡിന് ഇത്രമാത്രം വില വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മഹറായിട്ട് പുരുഷന്മാർ ഒരിക്കലും തന്നെ ഗോൾഡ് നൽകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിവാഹശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന സ്ത്രീകളൊക്കെ, മിക്ക സ്ത്രീകളും സ്വന്തമായി സ്വർണം കൈവശമുള്ളവരാണ്. അവരുടെ സ്വർണ്ണ ശേഖരവുമായിട്ടാണ് അവർ ഒളിച്ചോടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അധികമായി മഹറായിട്ട് ഗോൾഡ് നൽകിയാൽ നിങ്ങളുടെ വിവാഹശേഷം നിങ്ങളുടെ ഭാര്യ വല്ല കാമുകൻ്റെയും കൂടെ ആ മഹറാകുന്ന ഗോൾഡുമായിട്ട് ഒളിച്ചോടാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നിർത്തുക. ഒരിക്കലും തന്നെ നിങ്ങൾ സ്വർണ്ണ കടയിലേക്ക് ഓടരുത്. കേരളത്തിലെ ജ്വല്ലറി കച്ചവടക്കാരോട് എൻ്റെ ഈ വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.